വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്നുള്ള സമഗ്രമായ ഒരു അവലോകനത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ ബിഗ് ബ്യൂട്ടിഫുൾ ലോ ഇന്ന് ജനപ്രതിനിധി സഭയിൽ പാസ്സായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് സംസാരിക്കാനായിട്ട് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നിതിൻ ഈപ്പൻ. അദ്ദേഹം ടെക്നോളജിസ്റ്റ് ആണ്, പ്രഭാഷകനാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ബിറ്റ് കോയിൻ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധനാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം നിതിൻ. അപ്പം 2017 ട്രംപിന്റെ ആദ്യത്തെ ടേമില് അദ്ദേഹം കൊണ്ടുവന്ന ടാക്സ് ക്രെഡിറ്റ് അദ്ദേഹം കൊണ്ടുവന്നതിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിനെ പെർമനന്റ് ആക്കാനുമാണ് പ്രധാനമായിട്ട് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു $4.5 ട്രില്യൺ ബാധ്യത വരുന്ന ഒരു ബില്ലാണ് അവതരിപ്പിച്ചത്. ഇതിനെ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയും വളരെ താല്പര്യത്തോടു കൂടി, വളരെ ആഘോഷത്തോടു കൂടിയാണ് ഈ ബില്ല് പാസ്സായതിനെ എടുക്കുന്നത്. നാളെ പ്രസിഡന്റ് വളരെ വിപുലമായ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഇത് സൈൻ ചെയ്യും. അപ്പൊ അത് വളരെ, കാരണം 2017 ആദ്യത്തെ ടൈമിൽ ഈ ബില്ലെല്ലാം അന്ന് കൊണ്ടുവന്ന ചില ടാക്സ് കട്ടുകൾ, അന്ന് അത് മിഡിൽ ക്ലാസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും മിഡിൽ ക്ലാസിനൊക്കെ ഒത്തിരി ടാക്സ് കട്ട് ഒക്കെ അനൗൺസ് ചെയ്തിട്ടാണ് അന്ന് ചില പരിഷ്കാരങ്ങളൊക്കെ പുള്ളി നടത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം പറ്റീഷ്യ ഇന്ന് ഈ ബില്ലിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിച്ചോ? നാളെ ഇത് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു ബില്ലാണെന്ന് പറയപ്പെടുന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിച്ചോ? എന്താണ് അഭിപ്രായം? ഇത് ശരിക്കും നമ്മള് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ബില്ല് തന്നെയാണ്. കാരണം എല്ലാ ജനവിഭാഗങ്ങളെയും ഇത് ബാധിക്കും എന്നില്ല. പക്ഷെ സാധാരണക്കാരെ തീർച്ചയായിട്ടും ഇത് ബാധിക്കുന്ന ബില്ല് തന്നെയാണ്. അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നതെന്ന് നാളത്തെ ആ ഒരു എന്താ പറയാ, ആ ബില്ല് സൈൻ ചെയ്തതിന് ശേഷം വരുന്ന ഇതിനെക്കുറിച്ചും, ഈ പറഞ്ഞതുപോലെ ഇത്രയധികം പേജുകളൊന്നും നമുക്കിരുന്ന് ഒരുമിച്ച് വായിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അറിവ്, അതിന്റെ ഷോർട്ട് ആൻഡ് ഫോമുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് വെച്ച് നമുക്ക് ഉള്ള ഒരു ഇത് മാത്രമാണ് നമുക്കിപ്പോ ഉള്ളത്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോ തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് സാധാരണക്കാരിൽ ഉണ്ടായിരിക്കുന്ന കുറെ അധികം ചോദ്യങ്ങളുണ്ട്. ഈ ബില്ലെന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പുനർജീവനത്തിലേക്കുള്ള ഒരു മാർഗരേഖയാണോ, അതോ ഇതൊരു അസമത്വത്തിനായിട്ടുള്ള ഒരു രൂപരേഖയാണോ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ എന്താ പറയാ മനസ്സുകളിലുമുണ്ട്. പിന്നെ ഇതൊരു എല്ലാവരുടെ ഒരു ഉഭയകക്ഷികളായിട്ടുള്ള ഒരു സമവായം ഇല്ലാതെയാണ് ഇത്രയും വലിയൊരു പരിഷ്കാരം US-ന് താങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം എല്ലാരിലും ഉടലെടുക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും ഇന്ന് ഈ ബില്ല് പാസ്സായ സമയത്ത് ഓഫീസുകളിലായാലും എവിടെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. എന്താ വെച്ചാല് ഈ ഹെൽത്ത് കെയറിനെ ഇത് ബാധിക്കുന്നുണ്ട്, പിന്നെ മിഡിൽ ക്ലാസിന്റെ ബാക്കിയുള്ള ടാക്സ് കട്ടുകളെല്ലാം ബാധിക്കുന്നുണ്ടെന്ന് വന്നപ്പോ തന്നെ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മെഡിക്കെയർ മെഡിക്കെയ്ഡ് എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ. അതായത് മെഡിക്കെയർ എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെന്റിന്റെയും മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ആണ്. അപ്പൊ അത് വന്നിട്ട് മെഡിക്കെയർ എന്താണോ ഫെസിലിറ്റേറ്റ് ചെയ്യാത്തത് അതാണ് മെഡിക്കെയ്ഡ് കവർ ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് കവർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കട്ട് വരുമ്പോഴത്തേനും ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം അത് പറഞ്ഞിരിക്കുന്നത് 11.8 മില്യൺ ആൾക്കാരെ അത് ബാധിക്കുമെന്നാണ്, സാധാരണക്കാരെ ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമേരിക്കൻ ആരോഗ്യ സംരക്ഷണത്തിന്റെ ചെലവിൽ വന്നിട്ട് പ്രതിരോധ അതിർത്തി ചെലവുകൾക്ക് മുൻഗണന നൽകുന്നു എന്നുള്ള ഒരു ചോദ്യം അതില് വരുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയാ, ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ തന്നെ 2017 ട്രംപിന്റെ ഇറായിൽ ഉണ്ടായിരുന്ന ആ ഒരു ടാക്സ് കട്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതുപോലെ ഒരു എന്താ പറയാ, ടിപ്സിലും ഓവർ ടൈമിലും ഉണ്ടായിരിക്കുന്ന ഡിഡക്ഷന്റെ കാര്യങ്ങള്, പിന്നെ പ്രതിരോധത്തിനായിട്ട് കൂടുതൽ പൈസ $150 ബില്യണോളം ആണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പൊ അത് ഈ പ്രതിരോധത്തിന് പൈസ കൂട്ടിച്ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയധികം $1 ബില്യൺ കൂട്ടിച്ചേർക്കുമ്പോഴത്തേനും അതിന് കട്ട് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അതായത് ഹെൽത്തിനെ കട്ട് ചെയ്യുന്നു, സ്നാപ്പിനെ കട്ട് ചെയ്യുന്നു, അതായത് സപ്ലിമെന്റ്, കുട്ടികൾക്കുള്ള സപ്ലിമെന്റിന്റെ ഇത് കട്ട് ചെയ്യുന്നു, പിന്നെ ഗ്രാമീണ അതായത് റൂറൽ ഹോസ്പിറ്റൽ ഫണ്ടുകളിലേക്കുള്ള ഇത് വരുന്നുണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയന്റെ ഏജൻസിയുടെ വർധനവിലെല്ലാം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേനും എവിടെയാണ് കട്ട് വരുന്നത്, ഏതിലാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. $930 ബില്യൺ കട്ട് പ്രതീക്ഷിക്കുന്നത്, അതായത് മെഡിക്കെയ്ഡില്.
ഇനി സ്നാപ്പിലാണെങ്കിൽ 186 ബില്യൺ ഡോളറിന്റെ കട്ട്. ഇതൊന്നും ചെറിയൊരു എമൗണ്ട് അല്ല. അപ്പൊ ഇതൊരു വെട്ടിക്കുറവുകൾ വരിക എന്ന് പറയുമ്പോഴത്തേനും എത്ര ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് ബാധിക്കുന്നതെന്ന്, അത് ഓരോരുത്തരുടെ ജോലികളെയും അവരുടെ ദൈനംദിന കാര്യങ്ങള്, അവരുടെ ആരോഗ്യത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുള്ളതിന് ഒരു പട്രീഷ്യ കുറച്ചുകൂടെ ഇതില് നമ്മളെ ഈ ബാധിക്കുന്ന മെഡിക്കെയ്ഡ് ഇത് ടാക്സ് കട്ട് കൊണ്ട് നമ്മുടെ അമേരിക്കക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് കൂടുതലും അഡ്രസ് ചെയ്തത്. പക്ഷെ ഇതിന്റെ ഉള്ള ബെനിഫിറ്റുകളെ കുറിച്ച് അറിയത്തില്ല, കൂടുതലും വിശദീകരിച്ചില്ല. നിതിൻ ഈ ബില്ലിനെ എങ്ങനെയാണ് കാണുന്നത്? ട്രംപിന്റെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ എങ്ങനെ കാണുന്നു? എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? എന്താണ് അതുകൊണ്ടൊരു കോട്ടം? നമുക്ക് വളരെ ചെറിയ രീതിയിൽ പറയുവാണെങ്കിൽ. ട്രംപ് ഒരു പൊളിറ്റീഷ്യനാണ്. പുള്ളിയെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ജയിപ്പിച്ചോണ്ടിരിക്കുക. പുള്ളിക്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് വോട്ട് കൊടുത്തേക്കുന്നത്, അല്ലെ? അവർ കൊടുത്തേക്കുന്നതിന്റെ റീസൺ, ഏതൊരു പൊളിറ്റീഷ്യൻ, അതിപ്പം മോഡി ജയിച്ചാലും രാഹുൽ ഗാന്ധി ജയിച്ചാലും ഒബാമ ജയിച്ചാലും അവരെല്ലാം ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് വോട്ട് ചെയ്തേക്കുന്നത്. അപ്പം അവരുടെ ഇൻട്രസ്റ്റ് ആണ് ട്രംപിനെ സംബന്ധിച്ച് നോക്കേണ്ടത്. അപ്പം ട്രംപിനെ വോട്ട് ചെയ്തേക്കുന്ന ഒരു ജനറലി ഒരു മാഗ വോട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു വോട്ട് ബേസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ട്രംപിന്റെ ഒരു വോട്ടറാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രംപിന് വോട്ട് ചെയ്തേക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഇമിഗ്രേഷൻ, ഇല്ലീഗൽ ഇമിഗ്രേഷൻ മാക്സിമം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മുടെ ടാക്സസ് സീറോ ആക്കണം. അതുപോലെ തന്നെ മെഡിക്കെയ്ഡ് സീറോ ആക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പുള്ളിയെ വോട്ട് ചെയ്ത് ഞാൻ വിട്ടിരിക്കുന്നത്. അതായത് എന്റെ കൂടെ വോട്ട് ചെയ്തവരുടെ ഒരു ജനറൽ ഫീലിംഗ് ഇതാണ്. ട്രംപ് ഒരു തവണ അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നല്ലോ, അതായത് ടാക്സ് ഫ്രീ ആക്കുമെന്ന് ട്രംപിന്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലല്ല ഇതുവരെ തീർച്ചയായിട്ടും. ഓക്കെ, സോ അത് നടക്കുമെന്ന്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു രാജ്യം, ഒരു കമ്പനി പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട് പോലെ ഒരു ബഡ്ജറ്റ് ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ ഉണ്ട്. ഈ റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്. ടാക്സ് മൊത്തം കിട്ടുന്ന വെച്ചാൽ ഇൻഡിവിജ്വൽസിന്റെയും കോർപ്പറേറ്റിന്റെയും മൊത്തം 4.9 ട്രില്യൺ ആണ് US കിട്ടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ചെലവെന്ന് പറയുന്നത് ക്ലോസ് ടു 6.9 ട്രില്യൺ. അതായത് എല്ലാ കൊല്ലവും ഒരു $1.9 ട്രില്യൺ ഡെഫിസിറ്റ് ഉണ്ട്. ഇന്നത്തെ ബിഗസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി, പിന്നെ മെഡിക്കെയർ, പിന്നെ ഇൻട്രസ്റ്റ്, പിന്നെ ഡിഫൻസ്, പിന്നെ മെഡിക്കെയ്ഡ് ആണ്. ഓക്കെ, ഈ മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത് 1965 വന്ന ഒരു സാധനമാണ്. ടൈറ്റിൽ 19 എന്ന് പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിനകത്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഡിസേബിൾഡ് ആൻഡ് ലോ ഇൻകം ഫാമിലീസിന് ഉള്ള ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്, ഹെൽത്ത് കെയറും അല്ലാത്ത ബെനിഫിറ്റ്സും കൊടുക്കുന്നത്. അത് കൂടാതെ സ്നാപ്പ് ഉണ്ട്, ചിപ്സ് ആക്ട് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന്റെ വോട്ടർ ബേസിന് പുള്ളി ടാക്സ് കുറയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി അതാണ് നോക്കുന്നത്. ഈ ടാക്സ് കുറയ്ക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറച്ചേ പറ്റുള്ളൂ. എവിടെയാണ് ഇപ്പൊ നമുക്ക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റുന്നത്? ഇപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി കുറയ്ക്കാൻ പറ്റത്തില്ല, കാരണം അതിന് വേറൊരു സ്പെസിഫിക് ടാക്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ്, നമ്മുടെ പേ ചെക്കിനകത്തുനിന്ന് പോകുന്നതാണ്. അതുപോലെ മെഡിക്കെയറും കുറയ്ക്കാൻ പറ്റത്തില്ല. ഡിഫൻസ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും അവർ കുറയ്ക്കാൻ വഴിയില്ലത്. ഓക്കെ, ന്യായമായ ഗതിയിൽ ഒരു രാജ്യത്തിന്റെ ഒരു 3.5 to 4% ഡിഫൻസ് സ്പെൻഡിങ്ങിന് മുടക്കിയില്ലെങ്കിൽ നാളെ എന്തെങ്കിലും നമുക്കിട്ട് പറ്റുമ്പോഴത്തേക്കും ചാൻസസ് കുറവാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. അപ്പം പിന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഈ മെഡിക്കെയ്ഡ് ആണ്. അപ്പം പട്രീഷ്യ പറഞ്ഞാൽ ഈ 930 ബില്യൺ അല്ല കുറയ്ക്കുന്നത്, കാരണം മൊത്തം മെഡിക്കെയ്ഡ് ഒരു കൊല്ലം ഗവൺമെന്റ് ചെലവെന്ന് പറയുന്നത് 890 ബില്യൺ. അപ്പൊ അത് മൊത്തം കുറച്ചിട്ടില്ല, കാരണം എല്ലാ വോട്ട് ബാങ്കിനെ എഫക്ട് ചെയ്യും. സി, വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഉണ്ട്, നമുക്കൊരു വോട്ടർ ബേസ് ഉണ്ട്. അപ്പം ഈ ഫ്രീ കൊടുക്കുന്ന സാധനമാണ് ബേസിക്കലി ഇത്. അതിനകത്ത് മൊത്തം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ 72 മില്യൺ ആൾക്കാർക്കാണ് ഇത് മൊത്തം കിട്ടുന്നത്. അതായത് മെഡിക്കെയ്ഡ് എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും രീതിയിൽ, അതായത് അവരെ അവൈൽ ചെയ്യുന്നത്. അപ്പം അവരുടെ വോട്ട് ഇല്ലാതായിപ്പോകും. സോ അത് മൊത്തം ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതിനകത്തൊരു നല്ല അവർ പറയുന്നതെന്ന് വെച്ചാൽ 12 മില്യൺ ആൾക്കാർക്ക് കിട്ടത്തില്ലെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് അത് കിട്ടാൻ പാടില്ലെന്ന്, കാരണം ഞാനത് ബിലീവ് ചെയ്യുന്നില്ല. ഈ മെഡിക്കൽ സർവീസസ് ഒരു റൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് റൈറ്റ് ആണെന്ന് തോന്നുമായിരുന്നെ ഞാൻ കേരളത്തിൽ കിടന്ന് ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആയിട്ട് പോയി എടുത്താൽ മതിയായിരുന്നു. ഞാൻ ഈ രാജ്യത്ത് വന്നേക്കുന്ന അങ്ങനത്തെ ഒരു ഫ്രീ സാധനം കിട്ടാൻ വേണ്ടിയല്ല വന്നേക്കുന്നത്. വേറൊരുത്തിന് അത് കിട്ടുന്നതും എനിക്ക് താല്പര്യമില്ല. സോ ആ വോട്ടർ ബേസ് ആയ ഞാൻ വോട്ട് ചെയ്തേക്കുന്ന അനുസരിച്ച് പുള്ളി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആവശ്യത്തിന് ചെയ്തില്ലെന്നുള്ളതാണ് എന്റെ പ്രശ്നം. ടാക്സസ് പൂജ്യമാക്കിയിട്ടില്ല, ഇങ്ങനത്തെ ഫ്രീ സാധനങ്ങൾ നിർത്തിയിട്ടുമില്ല. സോ ഇതാണ് പിന്നെ 887 പേജസ് ഉണ്ട്. ഇതിന്റെ എല്ലാ പീസസും നമുക്ക് അറിയത്തില്ല. എല്ലാം ഇപ്പൊ അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഗാംബ്ലിങ്ങിന്റെ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക്. അതായത് ഫുൾ 100% റൈറ്റ്. ഇത് ആർക്കൊക്കെ അറിയാം. അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഫണ്ടമെന്റലി
ഈ സാധനം ഞാൻ പറയുന്നില്ല, ഇപ്പൊ നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറയുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ആവശ്യത്തിന് കുറയ്ക്കുന്നില്ല. ഈ ഒത്തിരി ഫ്രീ സാധനങ്ങൾ കൊടുക്കുന്നത് നിർത്തിക്കണം. അതുപോലെ ഈ ഇപ്പം പുള്ളി ജയിച്ചതിന്റെ മെയിൻ റീസൺ ആയിട്ട് ഞാൻ കരുതുന്നതെന്ന് വെച്ചാൽ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ കാരണമാണ് പുള്ളി ജയിച്ചത്, അല്ലാതെ എക്കോണമി കാരണം അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിലേക്ക് പുള്ളി ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു വോട്ടർ ബേസ് അതിൽ ഹാപ്പിയാണ്. പുള്ളിയുടെ ഒരു വോട്ടർ ബേസ്, എതിരാളികളുടെ വോട്ടർ ബേസ് ഒരിക്കലും അതിനകത്ത് ഹാപ്പി ആകത്തില്ല. പക്ഷേ എല്ലാ പൊളിറ്റീഷ്യൻ ചെയ്യുന്ന, അതായത് എവിടെ തന്നെ ഒരു ബില്ല് കൊണ്ടുവരുന്നതിനകത്ത് അവരുടെ ആ വോട്ടർ ബേസിനെ ഹാപ്പി ആക്കുന്നില്ല, അടുത്ത പ്രാവശ്യം തോറ്റുപോകും. അതാണ് റീസൺ. അതെ, നിതിൻ ഈ പറഞ്ഞ നിതിൻ ഇപ്പൊ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയിലേക്കല്ല നിതിൻ വന്നത്. കാരണം നിതിൻ പറഞ്ഞു ആ ഒരു ബെനിഫിറ്റ് അത് എടുക്കാൻ വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും താല്പര്യമില്ല. അത് അമേരിക്ക ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ട്രംപ് അങ്ങനെയാണ് ട്രംപിന്റേതായ ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്തത്. ഈ ബില്ലിനെ തന്നെ ഇപ്പം നടന്ന ഒരു പബ്ലിക് ഒപ്പീനിയനിൽ ഏതാണ്ട് 50% ആൾക്കാർ ഈ ബില്ലിനെ എതിർക്കുകയാണ്. 30% ആൾക്കാർ, 29 to 30% ആൾക്കാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ട്രംപ് ഓൾറെഡി ഇതിന്റെ അകത്ത് ട്രംപിന്റെ ഒരു വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് ബോർഡർ സെക്യൂരിറ്റി, ഇമിഗ്രേഷൻ വളരെ പ്രയോറിറ്റി ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈന്യത്തിന് ഏകദേശം $350 ബില്യൺ ഇതിന്റെ അകത്ത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് കൊടുത്തേക്കുന്ന ഐസിന് കൊടുത്തേക്കുന്ന 45 ബില്യൺ ആണ്. ഈ ഒരു കൊല്ലത്തേക്ക് കൊടുത്തത് ഓവർ 10 years ആണ് ഈ 400 ബില്യൺ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഈ ഇപ്പം നമ്മൾ പറയാം, പ്രസിഡന്റിന്റെ ഈ ആദ്യത്തെ ഒരു 2017 അന്ന് അദ്ദേഹം ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു 1600 നിന്നും 2000 രൂപയായിട്ടാണ് ഉയർത്തിയെന്ന് തോന്നുന്നു. 1600 നിന്നാന്ന് തോന്നുന്നു. 1000 നേരത്തെ ആയതായിരുന്നു. 1600 നിന്ന് 2000 ആക്കി ഒരു കൊച്ചിന് ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ്. പിന്നെ ഇപ്പൊ ട്രംപ് ഓഫർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ എല്ലാരെയും അട്രാക്ട് ചെയ്തൊരു കാര്യമാണ് ഓവർ ടൈമിന് ടാക്സ് ഇല്ല. അത് ജോലി എടുക്കുന്ന എല്ലാ ആൾക്കാർക്കും, കാരണം ഓവർ ടൈം ഉള്ള ആൾക്കാർക്കെല്ലാം അതൊരു നല്ല പ്രപ്പോസൽ ആയിരുന്നു, അത് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഈ ഓട്ടോ ലോണിന്റെ ഇൻട്രസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അത് എത്രമാത്രം വന്നിട്ടുണ്ടെന്ന് ഇപ്പം ബില്ലിന്റെ സമഗ്രമായിട്ടുള്ള ഒരു അവലോകനത്തിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ, ഞാനൊരു ഫെയർ സൊസൈറ്റിയിൽ വിശ്വസിക്കുന്ന, അതായത് ഞാൻ പറയുന്നില്ല പണക്കാരനും എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കണം, പാവപ്പെട്ടവനും എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനകത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം ടിപ്പും പ്രായമുള്ളവർക്കും പുള്ളി ടാക്സ് കൊടുക്കണ്ട എന്നുള്ള ഒരു ടിപ്പിന്റെ ഇത് കൊണ്ടുവന്നു. ഓവർ ടൈമും ആണ്. അപ്പം അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം ബാക്കിയുള്ളവർക്ക് എന്താണ് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പോയി ഒരിടത്ത് ജോലി ചെയ്തിട്ട് അവരോട് പറയുകയാണ് എനിക്ക് ഓവർ ടൈം ആയിട്ട് മുഴുവൻ പേ തന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും, ഇങ്ങനത്തെ സിസ്റ്റംസ് കൊണ്ടുവരുന്നതിലും നല്ലത് എല്ലാവർക്കും കുറയ്ക്കുക. പിന്നെ ഇതിപ്പം ഞാൻ ചിന്തിക്കുന്ന അറ്റ്ലീസ്റ്റ് കുറച്ചു പേർക്കേലും കുറഞ്ഞല്ലോ, നമ്മളും കൂടെ അവിടെ എത്താനായിട്ട് ഇനി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ എത്തട്ടെ, നമ്മുടെയും കൂടെ ടാക്സ് കുറയട്ടെ എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇതിപ്പോ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ ട്രംപ് ആദ്യത്തെ ടേമില് ഇപ്പം മിഡിൽ ക്ലാസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് വളരെ ഒരു ഓഫർ ആയിരുന്നു. മിഡിൽ ക്ലാസിന് ടാക്സ് കട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ മിഡിൽ ക്ലാസിന് ഇങ്ങനെ ചെറിയൊരു ടാക്സ് കട്ട് കൊടുത്തിട്ട് നമ്മുടെ ഡിഡക്ഷനിൽ, ആക്ച്വൽ മിഡിൽ ക്ലാസ് ഇപ്പം ഇതിന് അറിയായിരിക്കുമല്ലോ, ഇപ്പം നമ്മുടെ 200,000 അല്ലെങ്കിൽ നമ്മുടെ ഡിഡക്ഷന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ ആയിരുന്നു. അപ്പൊ അതിന് സീലിംഗ് കൊണ്ടുവന്നു, 20,000 കണ്ട് സീലിംഗ് കൊണ്ടുവന്നു. അപ്പൊ സ്റ്റേറ്റിനും ലോക്കൽ. അപ്പൊ ഇതിന്റെ കാര്യം അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ മോർഗേജ് സാധാരണ ഇപ്പൊ ഒരു 15,000 രൂപ 20,000 രൂപ ടാക്സ് കൊടുക്കുന്ന ഒരു ഇതിൽ താമസിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഒരു മോർഗേജ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇതിനേക്കാളും കൂടിയ എമൗണ്ട് വരും, അത്രയും ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചാരിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 20,000 സീലിംഗ് ബേസിക്കലി മിഡിൽ ക്ലാസിനെ ട്രംപ് സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്. ട്രംപ് ഈ പറയുന്നതും അതുകൊണ്ട് ഇത് ഇൻഎഫക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ഇത് അത്ര ബ്യൂട്ടിഫുൾ ആകാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഡെമോക്രാറ്റുകൾ പറഞ്ഞ ഒരു കാരണമാണ് വി ഓൾ ഗോയിങ് ടു ഡൈ ആക്ട് ആണ് ഇതെന്ന് പറഞ്ഞിട്ട് അവർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്റെ ഒരു കാരണമാണ്. ട്രംപിന്റെ ഒരു ഈ വർത്തമാനത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ടാക്സ് റിഫോംസ് ആണോ ഇതിന്റെ അകത്ത് വന്നേക്കണം എന്നുള്ളൊരു സംശയം പൊതുമണ്ഡലത്തിൽ. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവേ. ഈ ട്രംപിന്റെ ബേസ് എന്ന് പറയുന്നത് ഇപ്പൊ ന്യൂയോർക്കോ കാലിഫോർണിയയിലുള്ളവരല്ല. ഇവിടെ ആരും ട്രംപിന് വോട്ട് ചെയ്തിട്ടില്ല. ന്യൂയോർക്ക്, കാലിഫോർണിയ, ഇങ്ങനത്തെ കുറെ സ്റ്റേറ്റ്സിലാണ്. ഇവിടാണ് നമുക്ക് ഈ വീടിന്റെ വില more than 750 വന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഇൻട്രസ്റ്റ് നമുക്ക് റൈറ്റ് ഓഫ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതാണ്. ഓക്കെ, സോ ട്രംപിനെ സംബന്ധിച്ച്
അത് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാ കൊടുക്കുന്നത്? കുറെ റിച്ച് ആൾക്കാർക്കും കുറെ പുള്ളിക്ക് വോട്ട് ചെയ്യാത്ത ആ ഒരു ബേസിനാണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ പുള്ളിയുടെ സ്ഥാനത്താണ്, എന്തിനാണ് ഞാൻ ആ ഒരു കൂട്ടർ കേറ്റർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ അത് പോളിറ്റിക്സ് ആണ്. പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം വാട്ട് ഇസ് ദ മിഡിൽ ക്ലാസ്? ഈ പറയുന്ന ആൾക്കാർ അവിടെ നല്ല പുള്ളിയുടെ വോട്ട് വന്നേക്കുന്നത്. സോ വൈ ഷുഡ് ഹി കെയർ സോ മച്ച് അബൌട്ട് ദം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്. പുള്ളിക്ക് ഇപ്പം അത് ഞാൻ പോയിന്റ് കിട്ടിയല്ലേ, അത് എന്തിനാണ് അത് അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തനിക്ക് വോട്ട് കിട്ടിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും പറ്റീഷ, അതാണ് പറഞ്ഞത്. ഇപ്പൊ ട്രംപിന്റെ ഒരു വോട്ട് ബാങ്ക് ട്രംപ് ക്രിയേറ്റ് ചെയ്ത ഒരു ബിസിനസ്സുകാരനിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വന്ന് ആ ഒരു 30% വോട്ട് ബാങ്ക് പുള്ളിയുടേതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നിതിന് പറഞ്ഞ ആ ഒരു പോയിന്റില് അമേരിക്ക എന്ന് പറയുന്ന ഒരു വെൽത്തി കൺട്രിക്ക് അവരുടെ സിറ്റിസൺസിനെ, അത് പാവങ്ങളായിട്ടുള്ള സിറ്റിസനെ, ആ സ്റ്റേറ്റിന് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതായത് ഒരു സർവൈവൽ എക്സിസ്റ്റൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം അവരെ മാത്രം സ്റ്റേറ്റ് ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു രീതിയിലല്ല. ഇതിന്റെ അകത്ത് നമ്മൾ സോഷ്യലിസം അല്ല ഈ പറയുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൂടെ പോവാം. ഓക്കെ, ഞാൻ അതിന്റെ ഒരു പോയിന്റ് കൂടെ പറയാം. ഞാൻ പറയാമെന്ന് പറഞ്ഞോട്ടെ, ഡീറ്റെയിൽ ആയിട്ട് പോയിക്കോട്ടെ. ഞാൻ പറയാമെന്ന് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞോട്ട് പറയാം. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ രാജ്യത്ത് കൊണ്ടുവന്നപ്പം 3% ആൾക്കാർ ഇത് എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് കൊണ്ടുവന്ന സമയത്ത് ഇപ്പൊ എന്ന് പറയുന്നത് 20% ഓഫ് ആൾക്കാർ ജോലി ചെയ്യുന്നില്ല. ദേ ആർ കളക്ടിങ് ഫ്രീ സ്റ്റഫ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ വീട്ടിൽ നടന്നൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു വീട്ടിൽ നടന്ന എക്സാമ്പിൾ. ഞങ്ങള് ഒരു നാനിയെ ഹയർ ചെയ്തിരുന്നു. പിള്ളേർ ചെറുതായിരുന്നു. ഷി വാസ് എ വെരി ഗുഡ് വർക്കർ, നല്ലൊരു പുള്ളിക്കാരി. ഷി ഹാഡ് എ സ്മോൾ കിഡ്. അവർ കറക്റ്റ് ആയിട്ട് ജോലിക്കൊക്കെ വരുമായിരുന്നു. നമ്മൾ മിനിമം വേജിന്റെ മേളിലും കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ജോലി നിർത്തി. പുള്ളിക്കാരി ആ ജോലി നിർത്തിയതിന്റെ പുള്ളിക്കാരി റീസൺ പറഞ്ഞു. പുള്ളിക്കാരി ജോലി ചെയ്യുമ്പം കിട്ടുന്ന തുക എന്ന് പറയുന്നത്, പുള്ളിക്കാരി ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ലോസ് ടു 60-70% പുള്ളിക്കാരിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പുള്ളിക്കാരി ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് ഇസ് വൺ എക്സാമ്പിൾ. അതായത് നമ്മുടെ വീട്ടിൽ നടന്നാണ്. പിന്നെ ഞാൻ പല കാരണങ്ങൾ കൊണ്ട് ഈ എന്നാ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ സർവീസസ് ഇതുമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ചെന്നിട്ടുണ്ട്. അവിടെ ഒരു നല്ല ശതമാനം ആൾക്കാർ ഇന്ന് അത് എടുക്കുന്ന ഒരു ഫ്രോജുലന്റ് ആയിട്ടാണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റുകൾ, അതായത് ഈ ന്യൂയോർക്ക് ഇവിടൊക്കെ എന്ന് വെച്ചാൽ ഇല്ലീഗൽസിന് ഇത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് നടന്ന കാര്യമാണ്. നമ്മുടെ ഇവിടെ ഒരു ലേഡി ഇവിടെ വന്നിരുന്ന ഒരു മലയാളി സ്ത്രീ നമ്മുടെ വീട്ടിൽ നിന്ന ആള് ലീഗലാണ്. പുള്ളിക്കാരി അവിടെ പോയപ്പം പുള്ളിക്കാരിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാൻ പോയപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാൻ ഐ വാസ് ദേർ, ടെല്ലിങ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്നും പറയാണ്ട് എങ്ങനെയാലും ഞങ്ങൾ നിങ്ങൾക്ക് പൈസ വന്നു. അന്ന് നമ്മൾ ഈ കെട്ടുന്ന നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടത്തുമില്ല. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് ദ റിയാലിറ്റി ഓഫ് ഫ്രീ സ്റ്റഫ് എന്ന് പറയുന്നത്. ഈ ഫ്രീ കൊടുത്തു കഴിയുമ്പം യു ആർ പ്രൊമോട്ടിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരാൾ പറയുക ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് 100K കിട്ടുവാന്നിരിക്കട്ടെ. സ്റ്റേറ്റ് പറയാം നീ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ 50K കൊടുക്കുന്നതാണ്, ഞാൻ പണി നിർത്തും. അങ്ങനെയാണ് ഒരു സൊസൈറ്റി അൺപ്രൊഡക്റ്റീവായിട്ട് മാറുന്നത്. ഈ സ്റ്റേറ്റ് ആൾക്കാരെ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസ്, അതായത് ഫ്രീ സാധനം കൊടുത്ത് ടാക്സ് കൂട്ടി അവരുടെ ആ ഒരു ഇൻഎഫിഷ്യൻസി കൂട്ടുന്നതല്ലാതെ പ്രത്യേകിച്ച് ആരും നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന പോലെ എന്നും ഇത് ഫ്രീ കൊടുത്ത് ആരും ആ പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെടുന്നുമില്ല. ഞാൻ ഇന്നേവരെ ആരും രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ഫ്രീ സാധനം എടുക്കുന്നവർ ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ ഒരു ചെറിയൊരു ശതമാനം രക്ഷപ്പെട്ടോ കാണുമായിരിക്കും. പക്ഷേ ഫോർ ദി amount that is taken and given for free, ഇതൊന്നും എഡ്യൂക്കേഷൻ ഫോർ എക്സാമ്പിൾ ഒരു റൈറ്റ് അല്ല, അതൊരു സർവീസ് ആണ്. നമ്മുടെ നാട്ടിൽ ഫ്രീ സർക്കാർ സ്കൂളുണ്ട്. നമ്മൾ എത്ര പേര് അതിനകത്ത് പോകുന്നുണ്ടായിരുന്നു? ഇവിടെ എത്ര പേര് പോകുന്നുണ്ട്? ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മക്കൾക്ക് MIT-യിലോ ഒക്കെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് മാറ്റിയിട്ട് ഒരു ഫ്രീ സർക്കാർ സ്കൂളിൽ വിടുമോ? അല്ല, അങ്ങനത്തെ ഒരു സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ ഉണ്ടായിരുന്നു ഇല്ല. നമ്മളും എന്താ നോക്കുന്നത്? അത് ഒപ്പിക്കാൻ. അത് നിതിൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്. കാരണം ഈ ആ ഒരു ട്രംപിന്റെ ഒരു വോട്ട് ബാങ്ക് അങ്ങനെയല്ല, ആ ഒരു പോളിസി അല്ല ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസാദ്, നിങ്ങളിപ്പം കാനഡയില് അതായത് സ്റ്റേറ്റ് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ ട്രംപിന്റെ ഈ പോളിസിയെ കുറിച്ച്, ഈ ബില്ലിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പം നിതിൻ പറഞ്ഞു വന്ന ഒരു പോയിന്റിലേക്ക് തന്നെ വരാൻ പറ്റും. അതായത് ഇപ്പോൾ ഫ്രീ കൊടുത്ത് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അൺപ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്ന ഒരു രീതി. പക്ഷെ അതിനൊപ്പം തന്നെ ആളുകളെ കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഓവർ ടൈമിന് നികുതി ഒഴിവാക്കിക്കൊണ്ട് അപ്പൊ കൂടുതൽ ഇൻകം ഉണ്ടാക്കാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ കാണാതെ പോകരുത്. അതൊരു പോയിന്റ് മാത്രം. പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏതൊരു രാജ്യത്തിന്റെ ആണെങ്കിലും
വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് ഇത്തരം ടാക്സുകൾ ഗവൺമെന്റ് മേടിക്കുന്നതിലൂടെയാണ്. ആ ടാക്സുകൾ മേടിച്ച് എവിടെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു, ആരുടെ കയ്യിൽ നിന്ന് ടാക്സുകൾ മേടിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ ഓരോ രാജ്യത്തിന്റെയും വികസനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സാധാരണക്കാരൻ്റെ നിന്ന് കൂടുതൽ മേടിച്ചിട്ട് അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് പണക്കാരനൊന്നും ഉണ്ടാവില്ല, ഈ മിഡിൽ ക്ലാസ്സിനും അല്ലെങ്കിൽ പാവപ്പെട്ടവനും കൂടുതൽ ഭാരം ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. ഈ ബില്ല് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കടമെടുക്കലിന്റെ ഒരു വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു, എവിടെയോ ഇങ്ങനെ കണ്ടുപോയതാണ്. അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മിഡിൽ ക്ലാസ്സിനെയും ലോവർ മിഡിൽ ക്ലാസ്സിനെയും കൂടുതൽ കടമെടുക്കാൻ, പൈസ കയ്യിലില്ലാതെ വരുമ്പോൾ കൂടുതൽ കടമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അത് വീണ്ടും വീണ്ടും കടത്തിലേക്ക് അവരെ തള്ളിയിടുക മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്നും അവരുടെ വായ്പാ പരിധി ഉയർത്തുന്നതോടുകൂടി ഇത്തരം ഒരു അസന്തുലിതാവസ്ഥ രാജ്യത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് പകരം ഇതിന്റെ അകത്ത് ചെയ്യാമായിരുന്നത് കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തുകയായിരുന്നെങ്കിൽ. എന്തായാലും ട്രംപിനെ പോലൊരു ബിസിനസ്മാൻ ഇത് തീർച്ചയായിട്ടും അത് കാണാതെയല്ല ഒരു കാര്യം ചെയ്യുന്നത്. എന്താണെങ്കിലും ഇതിനെയൊക്കെയാണ് ചില ആളുകൾ എതിർക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തെ നല്ല കാര്യങ്ങളെയും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. യാത്രയ്ക്ക് നികുതിയില്ല, ഓവർ ടൈമിന് നികുതിയില്ല, മുതിർന്ന പൗരന്മാരുടെ മൊത്തത്തിൽ നീതിയില്ലെന്നല്ല, അതിനൊരു ഡിഡക്റ്റബിൾ ഉണ്ട് കേട്ടോ, 10,000. പിന്നെ മുതിർന്ന പൗരന്മാരുടെ സാമൂഹിക സുരക്ഷയ്ക്ക് നികുതിയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അതിർത്തി സുരക്ഷയും അതുപോലെ തന്നെ ഡിഫൻസ് സിസ്റ്റവും. എല്ലാ രാജ്യങ്ങളും ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, ഇപ്പം പലവിധ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ നമുക്ക് പോകുന്നത്. അപ്പോൾ അതിന്റെ ഡിഫൻസ് ഇൻകം കണ്ടെത്താൻ ആ ഒരു സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് തെറ്റില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഏത് മാർഗത്തിലൂടെയാണ് ഇത്തരം ഇൻകം കണ്ടെത്തുന്നത്, ഏത് ടാക്സുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ഇൻകം കണ്ടെത്തുന്നത്, അത് സാധാരണക്കാരന് നട്ടലൊടിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ മേഖലയിലെ ഒരു ഒരു മിഡിൽ ക്ലാസിന്റെയോ ലോവർ മിഡിൽ ക്ലാസിന്റെയോ ആരോഗ്യ മേഖലയിലുള്ള സബ്സിഡികൾ വെട്ടിക്കുറച്ചുകൊണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ അത് വീണ്ടും വീണ്ടും കടത്തിലേക്കും അതുപോലെ തന്നെ അവരുടെ ഒരു ജീവിത നിലവാരത്തെ വീണ്ടും വീണ്ടും താഴേക്കും കൊണ്ടുപോകാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ കാനഡ പോലെയുള്ള ഒരു രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സിസ്റ്റം ഒക്കെ ഫ്രീ ആയിട്ട് ഉള്ള ഒരു സംവിധാനമാണ് കാനഡയിലുള്ളത്. പക്ഷെ അപ്പോഴും അവിടെയൊക്കെ വന്ന് ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ ഡോക്ടർമാരെ കാണുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 8-10 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പക്ഷെ എന്നാൽ ഒരു അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഒരു ഇൻഷുറൻസിന്റെ ബലത്തിൽ അവിടെ നേരെ പോയി ഡോക്ടറെ കണ്ട് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ. അസതെ, ഇത് ഒരു കാര്യം ഇതിനകത്ത് പറയാം. ഇപ്പൊ ഈ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് ഈ മെഡിക്കെയർ അല്ലെങ്കിൽ അതിൽ വരുത്തുന്ന കുറവ്, ടാക്സ് കട്ട് കൊണ്ട് ഏകദേശം 800,000 ആൾക്കാർക്ക് അതിനെ ബാധിക്കുമെന്ന് പറയുന്നു. അതിൽ കൂടുതൽ 1.2 ബില്യൺ ആൾക്കാരെ അല്ല 11.8 ആൾക്കാരെ ഇത് ബാധിക്കും എന്ന് പറയുന്നു. പക്ഷേ ഈ അമേരിക്കയിലെ ഒരു കാര്യം, ഇപ്പൊ ട്രംപ് ആദ്യം വന്ന സമയത്ത് അതായത് മറ്റുള്ള ഈ പുള്ളി ഒരു ബാലൻസ് ഷീറ്റ്, ഒരു രാജ്യത്തിന്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടല്ല വരുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന് പ്രയോജനമില്ലെന്ന് തോന്നുന്ന കുറെ കാര്യങ്ങൾ പല രാജ്യങ്ങളും കട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആഫ്രിക്കയില് എബോള എന്ന് പറഞ്ഞ ഒരു രോഗം പടർന്നു പിടിച്ചപ്പോൾ അമേരിക്ക ലോകത്ത് എവിടെയെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പണം എത്തിക്കും, അങ്ങോട്ടേക്ക് ഡോക്ടേഴ്സിനെ എത്തിക്കും, അങ്ങോട്ടേക്ക് എല്ലാ സംവിധാനങ്ങളും എത്തിക്കും. അതാത് സ്ഥലങ്ങളിൽ അത് കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ള സംവിധാനം അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അമേരിക്ക ഇപ്പൊ പറഞ്ഞ ലോകത്ത് മൊത്തമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ പൊളിറ്റീഷ്യന്മാരെ, അവിടുത്തെ ഓരോ മേഖലയിലുള്ള ആൾക്കാരെയും അമേരിക്ക ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവില് ഈ രാജ്യത്തെ പ്രോസസ്സ് കാണിച്ചു കൊടുക്കും, ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു അമേരിക്കൻ സിറ്റിസന് ഒരു പ്രശ്നം ഏത് രാജ്യത്ത് ഉണ്ടായി കഴിഞ്ഞാലും അവരെ അപ്പം തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള സംവിധാനം അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കരാള ഹസ്തങ്ങൾ എന്നൊക്കെ വിമർശിക്കുന്നവർ പറയുന്ന പോലെ ഇതെല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ബാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നമ്മുടെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ, കോവിഡ് ചൈനയിൽ ആണ് ആദ്യം പടർന്നു പിടിച്ചത്. അപ്പൊ അത് വലിയ ന്യൂസ് വരുന്നതിന് മുമ്പ് ഏതാണ്ട് 30 ലക്ഷം 3 മില്യണോളം ആൾക്കാരാണ് JFK എയർപോർട്ട് വഴി
ഈ ഒരു 1.5 മാസം കൊണ്ട് കടന്നുപോയെന്ന് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലമാണ് നാസോ കൗണ്ടി, വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടി, അതായത് ഈ JFK എയർപോർട്ടിന് പരിധിയിലുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ ട്രംപിന്റെ അന്നത്തെ സമയങ്ങളിൽ ഇത് കാരണം ഇത് ഇങ്ങോട്ട് വരികയല്ല. ട്രംപിന്റെ അന്നത്തെ പ്രസ്താവനകളൊക്കെ വളരെ കൃത്യമായിട്ട് ആൾക്കാർ ഓർക്കുന്നുണ്ടായിരിക്കും. അത് ചൈനയിൽ തന്നെ തുടങ്ങി, അത് ചൈനക്കാർ അത് ടേക്ക് കെയർ ചെയ്തോളും എന്നുള്ള രീതിയിൽ ഇതിനെ ബാധിച്ചു. അങ്ങനെ വരുന്നത് അമേരിക്കയിലേക്ക് ഇത് കടന്നു വന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ട്രംപിന്റെ ചില പോളിസികൾ ഉണ്ടായ അന്നത്തെ ചില ടാക്സ് കട്ടുകളും അന്നത്തെ കുറെ എക്സ്പെൻഡിച്ചർ ട്രംപ് കാര്യമായിട്ട് കട്ട് ചെയ്തു. അതായത് അമേരിക്ക ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ നിന്നും ഈ രാജ്യത്തിന്റെ വളരെ സങ്കുചിതമായ ഒരു പോളിസിയിലേക്ക് ട്രംപ് പോകുന്നുണ്ടോ എന്നൊരു വലിയ സംശയം ക്രിട്ടിക്കുകൾ ഉയർത്തുന്നുണ്ട്. കാരണം ട്രംപിന്റെ ഈ കട്ടുകളെല്ലാം വളരെ ന്യൂനപക്ഷത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ട്രംപ് ഇത് നടത്തുന്നതെന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പട്രീഷ്യോ, നിതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? എനിക്ക് രണ്ട് കാര്യം, ആക്ച്വലി ആസാദ് പറഞ്ഞ പോയിന്റിനകത്ത് രണ്ട് കാര്യം ഉണ്ടായിരുന്നേ. ആസാദിനകത്ത് ഞാൻ ജിൻസിന്റെ ഇതിലേക്ക് വരാം. നമ്മൾ ഈ ടാക്സ് ഇന്ന് അമേരിക്കയിൽ കിട്ടുന്ന ഈ 2.4 ട്രില്യൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പേഴ്സണൽ ഇൻകം ടാക്സ്. അതിനകത്ത് ഈ നമ്മുടെ ടോപ്പ് 1% അതിനകത്ത് 40% കിട്ടുന്നത്. ടോപ്പ് 5% ആൾക്കാരാണ് അതിന്റെ 60% കിട്ടുന്നത്. ടോപ്പ് 10% ആണ് 73% കിട്ടുന്നത്. ഓക്കെ, ബോട്ടം 50% എന്ന് പറയുന്ന 3% ടാക്സ് അവർ കിട്ടുന്നുള്ളൂ. ഈ ബോട്ടം 50 എന്ന് പറയുന്ന $54,000 അതിൽ താഴെ ഉണ്ടാക്കുന്നവരും ഒരു കൊല്ലം. അതിൽ തന്നെ 30,000 താഴെ ഉള്ളവർ ഒന്നും കിട്ടുന്നില്ല. സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ മാത്രമേ ഉള്ളൂ അവരുടെ നിന്ന് പിടിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്ക് റീഫണ്ടാണ്. സോ ശരിക്കും പറയുകയാണെങ്കിൽ എന്തുമാത്രം നമ്മളൊരു പ്രൊഡ്യൂസറിനെ ടാക്സ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒരു വെൽത്ത് ഉണ്ടാക്കുന്നവനെ എന്തുമാത്രം ടാക്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഇത്. പിന്നെ ഈ കാനഡയിലെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്, ഞാൻ വേറൊരു കാര്യം പറയും, കാനഡ മൊത്തം എന്ന് പറയുന്നത് ഈ കണക്ടിക്കറ്റിന്റെ അത്രയും പോലും MRI മെഷീൻ ഇല്ല. ഒന്ന് ഫുൾ കാനഡയിൽ ഈ കണക്ടിക്കറ്റ് സ്റ്റേറ്റിലുള്ള അത്രയും പോലും ഒരു MRI മെഷീൻ പോലും. അത് മാത്രമല്ല അവിടുത്തെ ഈ വെയിറ്റ് ടൈം എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ പണ്ടൊരു അറിയാവുന്ന ഒരാൾക്ക് പറ്റിയതാണ്. അവർക്ക് കണ്ണിന്റെ കാഴ്ച പോകും. അപ്പൊ അവർക്ക് സർജറി കിട്ടുന്ന 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 4 മാസം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോകും. അങ്ങനത്തെ ഈ ഫ്രീ സാധനം കിട്ടിയോണ്ട് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലെ പോലത്തെ സാധനങ്ങൾ വേണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എന്നാലും ഞാൻ പോയി വെയിറ്റ് ചെയ്യണം എന്നുള്ള ഗതിയാണെങ്കിൽ വൈ ഷുഡ് ഐ വർക്ക്? ഞാൻ എന്തുകൊണ്ട് ഈ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത്. അപ്പോൾ എനിക്കറിയത്തില്ല ജിൻസ, അത് ഈ ട്രംപിന്റെ കട്ടുകൊണ്ടാണോ ഈ എന്നാ പറയുന്ന ഈ വൈറസ് ഇവിടെ എത്തുന്നുള്ള? ആ രീതിയിലല്ല വൈറസ് എത്തുന്നല്ല. പക്ഷെ ട്രംപിന്റെ ആദ്യത്തെ ഭരണകാലഘട്ടത്തിൽ തന്നെ പല രാജ്യങ്ങൾക്കുള്ള ഫണ്ടിങ് ട്രംപ് മൊത്തത്തില് UN തൊട്ടുള്ള എല്ലാ ഫണ്ടിങ് കട്ട് ചെയ്തല്ലോ. പക്ഷെ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് അമേരിക്കയിൽ എത്ര കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു സൂപ്പർ പവർ, ഒരു രാജ്യത്ത് ഒരു രോഗം പറന്ന് പിടിച്ചാൽ അത് അവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള സംവിധാനത്തില് അമേരിക്കക്ക് അതിന്റെ റിസോഴ്സസ് ഉണ്ടായിരുന്നു. അമേരിക്ക അതിനകത്ത് പൈസ മുടക്കുമായിരുന്നു. അതെല്ലാം ഒരു നമ്മുടെ ഒരു ഭരണാധികാരി അതൊരു ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഇതൊരു ബിസിനസ് എന്ന നിലയിൽ കൈകാര്യം ചെയ്താൽ ഉണ്ടാകുന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ കോവിഡ് സ്പ്രെഡ് ചെയ്യും. അതിപ്പം ട്രംപ് കണ്ടെയ്ൻ ചെയ്താലും ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നു ആര് ഭരിച്ചാലും അന്ന് ഇങ്ങനെ ഒരു വൈറസ് വന്നു ഇത്രയും പേരുടെ അടുത്ത് സ്പ്രെഡ് ചെയ്യുന്നതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്ന. നേരത്തെ മറ്റ് അസുഖങ്ങളുള്ളവരും പ്രായമുള്ളവർക്കും അഫക്ട് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഒന്നും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കൂട്ടിക്കിടന്നവര് അഫക്റ്റഡ് ആയി. യൂറോപ്പിലാണെങ്കിലും അത് ചൈനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും കൂട്ടിക്കിടന്ന സ്ഥലങ്ങളും കൂട്ടാത്ത സ്ഥലങ്ങളും ആ പെർസെന്റേജ് ഓഫ് ഡെത്ത്സ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സെയിം. ഒരു വൈറൽ ഇങ്ങനെ ഒരു പുതിയ സാധനം വരുമ്പം നമ്മുടെ ബോഡി അതിനൊന്ന് ഉള്ള ഇതുണ്ടാക്കുമോ അല്ലെങ്കിൽ വാക്സിൻ വരുന്നിടം വരെയുള്ള ഡെത്ത്സ് ഏതാണ്ട് കറക്റ്റ് ആയിട്ട് നടന്നു. ആൻഡ് വാട്ട് കൻ യു ഡു? അതിനകത്ത് ഇപ്പം 10% ആൾക്കാരല്ല മരിച്ചേക്കുന്നത്. It's still a very small percentage. I'm not saying ഞാൻ ആ ഡെത്ത് ഓക്കെ ആന്നല്ല പറയുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ട്രംപ് കട്ട് ചെയ്യാഞ്ഞത് ഇപ്പം ആ ഫണ്ടിങ് NIHന്റെ കട്ട് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അത് തടഞ്ഞു നിൽക്കുമായിരുന്നെന്നും എനിക്കൊരു ഉറപ്പില്ല. ബട്ട് ഐ ഡെഫിനറ്റ്ലി ഞാൻ ആ ഐസൊലേഷനിസ്റ്റ് സ്റ്റാൻസിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ പോയി ആഫ്രിക്കയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ട. ആദ്യമേ നമുക്ക് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഫുൾ കടത്തിൽ ഓടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ. ഇതിനെ അതായത് അമേരിക്ക ഈ ലോകത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇതൊരു മൈഗ്രന്റ്. ഇവിടെ എല്ലാ രാജ്യത്തു നിന്നും ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ഇന്ത്യയിൽ ഒരു രാജ്യത്ത് ഒരു അസുഖം ഉണ്ടായത് അവിടെ കണ്ടെയ്ൻ ചെയ്താൽ അത് നമ്മളെ ബാധിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കും. അമേരിക്കനെ അത് ബാധിക്കാനുള്ള സാധ്യത, പോസിബിലിറ്റി. അതായത് ഇപ്പം ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പോളിസി എല്ലാത്തിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ നടത്തുന്ന കട്ടുകൾ ഈ രാജ്യത്തിന് ഗുണകരമാണോ എന്നുള്ളൊരു ചോദ്യം. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ടേ വരുന്നുള്ളൂ. ഈ എബോള പോലെ ഇത് ഒരു ഉദാഹരണമല്ല. അപ്പൊ ഈ രാജ്യത്തിന് തന്നെ പ്രയോജനം കിട്ടുന്ന പല പരിപാടികളും അതൊരു ബിസിനസ്സുകാരന്റെ കാഴ്ചപ്പാടിലും ഒരു രാജ്യതന്ത്രജ്ഞന്റെ കാഴ്ചപ്പാടിലും രണ്ട് രീതിയിലാണ് അതിനെക്കുറിച്ച് കാണുന്നത്.
അപ്പം എനിക്ക് വോട്ട് ചെയ്ത ഞാൻ കേറ്റർ ചെയ്യേണ്ട ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള മാത്രം പോളിസികളല്ലല്ലോ ഒരു നല്ല ഒരു ഭരണതന്ത്രം നടപ്പിലാക്കേണ്ടത്. ഒരിക്കലും അല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാനേ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ആള്, അയാൾക്ക് ഏത് പൊളിറ്റീഷ്യൻ, അതായത് ഇപ്പം ട്രംപ് ആയിക്കോട്ടെ, ഒബാമ ആയിക്കോട്ടെ, ബൈഡൻ ആയിക്കോട്ടെ, ഇനി നാട്ടിൽ മോഡി ആയിക്കോട്ടെ, അല്ലെ രാഹുൽ ഗാന്ധി, എവിടെ വേണേ ആര് വേണേ ആയിക്കോട്ടെ, അവർക്കൊരു ഫണ്ടമെന്റലി ഒരു ഫസ്റ്റ് സാധനമുണ്ട്. നമുക്ക് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇതെന്ന് പറയുന്ന, അവരുടെ ഒരു ധർമ്മം എന്ന് പറയുന്ന അടുത്ത രാഷ്ട്രം ജയിക്കാൻ പറ്റും. ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ പോലെ ഇപ്പൊ 15 കൊല്ലമായിട്ട് പുറത്തിരിക്കുവാണ്. പിന്നെ എന്തൊക്കെ തത്വം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിട്ട് നമ്മുടെ ഒരു സപ്പോർട്ടർ ബേസിന് ആദ്യമേ നമ്മൾ തിരിച്ചു കൊടുക്കും. ഇപ്പം മോഡിയെ സംബന്ധിച്ച് അമ്പലം കൊടുത്തേ പറ്റുള്ളൂ. അമ്പലം കൊടുത്തില്ലെങ്കിൽ വാജ്പേയി ചെയ്ത പോലെ ഇന്ത്യ ഷൈനിങ് ഒക്കെ കാണിക്കാം. 2004 8 നില തോറ്റുപോയി. കാരണം എന്താണ്? 99 പറഞ്ഞ എന്താണ്? അമ്പലം തരുമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു കൾച്ചറൽ, ഒരു ഇമോഷണൽ തിങ് ഇസ് മച്ച് മോർ വാല്യുബിൾ ദൻ ഇക്കണോമിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ. ആ ഇമോഷണൽ പീസ് എന്ന് പറയുന്നത് ട്രംപിന്റെ ബേസിന്റെ ഒരു പീസ് ഉണ്ട്, ഒബാമ അല്ലെ ബൈഡന്റെ ആ വോട്ടർ ബേസിന്റെ ഒരു ഇമോഷൻസ് ഉണ്ട്. അതിനാണ് അവർ കേറ്റർ ചെയ്യാൻ നോക്കുന്നത് ഇപ്പോഴും. അപ്പൊ ആ പീസ് ഫസ്റ്റ് നടക്കണം. അത് നടന്നില്ല അടുത്ത 5 കൊല്ലം പോയിട്ട് ചിലപ്പോൾ 15 കൊല്ലം നമ്മള് അത് അംഗീകരിക്കുന്നു, അത് സമ്മതിക്കുന്നു. ഒരു വോട്ട് ബാങ്കിനെ നമ്മൾ ഓഫ് കോഴ്സ് ടേക്ക് കെയർ ചെയ്യണം ഒരു രാഷ്ട്രീയക്കാരന്റെ ലെവലിൽ. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെയാണ്. അവിടെ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ ഡെമോക്രാറ്റിക്കോ റിപ്പബ്ലിക്കനോ ഉണ്ടാവരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിനകത്ത് പോയി ആ സമയത്ത് എന്നെ വോട്ട് ചെയ്തവരെ ഞാൻ പറ്റിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ അതിന്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ് നമ്മുടെ ഒരു വാജ്പേയി ആൻഡ് മോഡി തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴും ക്ലിയർ ആയിട്ട് ഓർക്കുന്നതാണ്. 99 അവർ ജയിച്ച് 2004 ഇന്ത്യ ഷൈനിങ്ങും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു എല്ലാം പറഞ്ഞിട്ട് 8 നില തോറ്റു. അതിന് വരെ അത്രയും ഒന്നും ചെയ്യാത്ത മോഡി സുഖമായിട്ട് അടുത്ത പ്രാവശ്യം ജയിച്ചു പോയി എന്നുള്ളതാണ്. അല്ലല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഒരു കാര്യമുണ്ട്. ട്രംപ് പറയുന്നത് അല്ല പ്രാവർത്തികമാക്കുന്നതെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ ട്രംപ് അഡ്രസ് ചെയ്ത പല ഇഷ്യൂസിൽ നിന്നും ട്രംപ് പുറകോട്ട് പോയിട്ടുണ്ട്. കാരണം ഭരണം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും കാണിക്കുന്നത് പോലെ ഉള്ള ചേഞ്ചസ് അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇൻഫാക്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ വലിയ ആഗ്രഹം പുള്ളി എല്ലാ ടാക്സും 0 ആക്കണമെന്ന്. ഇപ്പൊ അത് കിട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഞാൻ അതിനുവേണ്ടിയാണ് വോട്ട് ചെയ്തത്. പിന്നെ കുറച്ചേലും കിട്ടിയല്ലോ. മറ്റേ സൈഡിൽ വോട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ കൂടത്തേ ഉള്ളൂ. അപ്പം തമ്മിൽ ഐ എം ബിറ്റ്വീൻ ഒരു ഓപ്ഷൻസ് ചോയ്സ് ആണ്. ഡെവിൾ ആൻഡ് ദി സീയുടെ ഇടയിലാണ് എന്റെ ചോയ്സ് കിടക്കുന്നത്. അതിൽ ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ എന്റെ ഇതിനെക്കുറിച്ച് ഇനി എന്താണ് ഞാൻ പറയാൻ വന്നത്, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ രണ്ട് ചോയ്സേ ഉള്ളൂ. അതെ, വേറെ ഇവിടെ പിന്നെ വേറെ അത് പറയരുത്. നിങ്ങൾക്ക് മൂന്നാമതൊരു രാഷ്ട്രീയ അമേരിക്കയ്ക്ക് വരുന്നുണ്ട്. കടലും ചെകുത്താനും മതി, അതിന്റെ ഇടയിൽ ഒരു വള്ളം വേണ്ട. കടലും ചെകുത്താനും മതി ഞങ്ങൾക്ക്, വള്ളം രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പല ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് 51ാമത്തെ സ്റ്റേറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഞങ്ങള് ലോകത്തെ ഏറ്റവും വലിയൊരു സംവിധാനമായിട്ട് മാറും. നിങ്ങൾക്ക് കാനഡയിലേക്കാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. അപ്പം ഞാനിത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതില് ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് നമ്മൾ നിന്ന് ചിന്തിക്കുമ്പോഴത്തേന്, അല്ലെങ്കിൽ നമ്മള് ലോവർ മിഡിൽ ക്ലാസ് ആയിട്ട് നിന്ന് ചിന്തിക്കുമ്പോഴത്തേന് നമുക്ക് പറയാനുള്ളത്, ഈ ഓവർ ടൈമിന്റെ കാര്യം പറയുമ്പോൾ അതിനൊരു ഡിഡക്ഷൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു എന്താ പറയാ, ഒരു ഡെയിലി വേജസ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു ഓവർ ടൈം നോക്കി പോകുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഒരു ഹാർഡ് വർക്കിംഗ് ഒരു ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ അതൊരു എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഒരു ഇതിലൊരു കാര്യമുള്ളത്, എഡ്യൂക്കേഷൻ സേവിങ് അക്കൗണ്ട്സ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഫാമിലീസിന് ഒരു കുട്ടികളുടെ സ്കൂളിങ്ങിനും കോളേജിലൊക്കെ ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. അത് ആ ഒരു കാര്യത്തില് ആ അക്കൗണ്ടില് ഒരു കൺട്രോൾ വന്നത്, അത് ESAS എന്നും പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു കാനഡയിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്. കുട്ടി ജനിക്കുമ്പോ തന്നെ ആ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാനഡ ഗവൺമെന്റ് അതിനോടൊപ്പം തന്നെ ആ ഒരു അക്കൗണ്ട് ഇടുകയും അത് ക്യാഷ് ഇടുകയും അത് കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ അക്കൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. നമുക്ക് അത് ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷെ ഇത് ഈ എഡ്യൂക്കേഷൻ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഇതില് ലാൻഡ് ഫോർ ഓയിൽ, എന്താണ് ഡിഗ് ബേബി ഡിഗ് എന്നോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കെല്ലാം തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് എനർജി പ്രോജക്ട്സുകളുടെ ഒരു പെർമിഷൻ കൊടുക്കുന്ന ഒരു സാധനവും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ എതിർക്കുന്ന ഒരു ഇതും, പിന്നെ ഫ്യൂവൽ ഇൻഫ്ലേഷന് എന്താ പറയാ സാധ്യതയുണ്ടെന്നോ, പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് കട്ട്സുകൾ വരുമ്പോഴത്തേനും ഒരു മാസീവ് സ്പെൻഡിങ് വരുമ്പോ അതെങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും കൂടെ എങ്ങനെ അത് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇത് വരുമ്പോഴത്തേനും ഒരു ഇൻഫ്ലേഷന് സാധ്യതയുണ്ടോ എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട് ഒരു സൈഡില്. പിന്നെ ഈ മെഡിക്കേഡിന്റെ പ്രശ്നം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളതും. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കോർട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ തന്നെ കോർട്ടുകൾക്ക് എന്താ പറയാ ഫെഡറൽ എടുക്കുന്ന നിയമങ്ങളെ ഇത് ചെയ്യാനുള്ള എതിർക്കാനുള്ള ഇതില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി ഉള്ളത് കാരണം ഇനി അത് ചെയ്യാൻ പറ്റാതെ വരുമോ എന്നുള്ളതും, പിന്നെ അങ്ങനെ വരുമ്പോഴത്തേനും ഏത് സ്റ്റേറ്റാണ് പോയത് അവർക്ക് ചെയ്യാൻ എന്താണെങ്കിലും ഇത് പറ്റീഷ നിതിൻ അസദ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ട്രംപ് വളരെ കാര്യമായിട്ട് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച സാധനം എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് 800 പേജിലധികം വരുന്ന ഈ ഒരു ബില്ലിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിതിൻ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. ഇത് എൻഫോഴ്സ് ചെയ്യുമ്പോൾ ട്രംപിന്റെ ഒരു ഇതുവരെയുള്ള ഒരു പ്രസിഡന്റിന്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് 100% പറയുന്നത് മാത്രമാണോ ബില്ലിൽ വരുന്നത്, അത് എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ഏതൊക്കെ വിഭാഗത്തെ മാത്രമാണ് അഡ്രസ് ചെയ്യുന്നത്, ഏതൊക്കെ വിഭാഗങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഗുണകരമാകുന്നത് എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാൻ പറ്റിയില്ല. എങ്കിലും ഇത് ഡെമോക്രാറ്റുകൾ പറയുന്നത് പോലെ ഒരു റോബിൻഹുഡ് ബില്ലായി മാറാതിരിക്കട്ടെ, ഒരു വിഭാഗത്തിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ബില്ലായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വിഷയമായിട്ട് കാണാം. താങ്ക് യു.